Hi, welcome back to my channel and to my podcast. ഓക്കെ സോ ഇന്ന് ഞാൻ ഒരു പിക്ക് എ കാർഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. അത് 3 ഗ്രൂപ്പ് ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജുമായിട്ട് റെസൊനേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പം ഈ മെസ്സേജുമായിട്ട് റെസൊനേറ്റ് ചെയ്യാതെ ഇരിക്കാം. സോ ടോപ്പിക് ഇങ്ങനെയാണ്, നിങ്ങൾ ഓൾറെഡി ഇപ്പം വായിച്ചു കാണും. എന്താണ് നിങ്ങൾ ഈ നിമിഷം അറിയേണ്ടത്? നിങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നത്? സോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പിക്ക് എ കാർഡ് റീഡിംഗ്. അപ്പോൾ നമുക്ക് സമയം താമസിക്കാതെ അതിലേക്ക് ചെല്ലാം. സോ പിക്ക് 1, ദാറ്റ് മീൻസ് ഗ്രൂപ്പ് 1. സ്പിരിറ്റ്സ് ഇങ്ങനെയാണ് മെസ്സേജ് തരുന്നത്. നിങ്ങളുടെ പുറകെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഇല്ലാതാക്കണം, നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണം, നിങ്ങളെ മര്യാദ പഠിപ്പിക്കണം, നിങ്ങൾക്ക് മനസ്സമാധാനം തരാൻ പാടില്ല, നിങ്ങളുടെ ലൈഫിനെ അവസാനിപ്പിക്കണം, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മുഴുവൻ അവസാനിപ്പിക്കണം, നിങ്ങൾക്കൊരു പുതിയ കാര്യങ്ങളും നടക്കാൻ പാടില്ല, ലൈഫിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺമുമ്പിലുള്ള എല്ലാ സന്തോഷവും തകർക്കണം, നിങ്ങൾ ഹാപ്പി ആയിട്ടോ ഹെൽത്തി ആയിട്ടോ എന്തിനു പറയുന്നു സമാധാനമായിട്ട് പോലും ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്ന പല ശത്രുക്കളും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്ത് പോലുമില്ല ആരാണ് ആ ശത്രു എന്ന് പോലും. മേ ബി നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അവർ ശത്രുവാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. സോ ഈ പറയുന്ന ആൾക്കാർ ആരെല്ലാമാണോ നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് നിങ്ങളെ ഇല്ലാതാക്കണം എന്നാവശ്യപ്പെട്ട് വന്നത്, ആ പറഞ്ഞ എല്ലാ ആൾക്കാരും ഇന്ന് ഇരുട്ടിലാണ്. അവർക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്നും നിങ്ങളെ ഇല്ലാതാക്കാൻ ഇറങ്ങിയിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ ഇരുട്ടിലായത് എങ്ങനെയാണോ. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും നിങ്ങൾക്കെതിരായിട്ട് വന്ന ആൾക്കാരെല്ലാവരും പലർക്കും മനസ്സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അവർക്കത് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു സമയത്ത് അവർ ദേഷ്യമാണെങ്കിൽ ഒരു സമയത്ത് അവർക്ക് ഭയങ്കര എന്താ പറയുക, അസ്വസ്ഥത, അല്ലെങ്കിൽ മൈൻഡിന് കൺട്രോൾ കിട്ടാത്ത രീതിയിലുള്ളൊരു അസ്വസ്ഥത. എനിവേസ്, ഭഗവാൻ പറയുന്നു നിങ്ങൾക്ക് നീതിന്യായം ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. മുന്നോട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലും നിങ്ങൾക്ക് നീതിന്യായം കിട്ടിയിരിക്കും. ഇനി ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1. അടുത്തത് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്ക് ചുറ്റും ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുണ്ട്. ആ വ്യക്തി ഒരു സ്പിരിച്വൽ നാർസിസിസ്റ്റിക് അബ്യൂസറാണ്. എന്ന് വെച്ചാൽ ആ വ്യക്തി നേരിട്ട് മാത്രമല്ല, സ്പിരിച്വലി ഒരു വ്യക്തിയെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാവോ ആ വ്യക്തിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുക, മൈൻഡിനെ ഹറാസ്മെൻറ്റ് ചെയ്യുക, മൈൻഡിലേക്ക് ആവശ്യമില്ലാത്ത എല്ലാം സെൻഡ് ചെയ്ത് ആ വ്യക്തിയെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാവോ അത് മുഴുവൻ ചെയ്യുന്നതാണ് സ്പിരിച്വൽ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. സോ ആ വ്യക്തി നിങ്ങളുടെ എനർജി, നിങ്ങളുടെ മെമ്മറി, നമുക്കെല്ലാവർക്കും ഒരു മെമ്മറീസ് ഉണ്ടാവും. നമ്മുടെ ബ്രെയിൻ വേവ്സ്, ദാറ്റ് മീൻസ് നമ്മുടെ ബോധ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഒക്കെ എനർജീസ് വായിക്കാൻ നോക്കുകയാണ് ആ വ്യക്തി. ബിക്കോസ് ഈ പറയുന്ന ഈ വ്യക്തി ഒരു പ്രാക്ടീഷണറും കൂടെയാണ്. സോ പക്ഷേ അവരെന്തെല്ലാം രീതിയിൽ ഇപ്പോൾ ചെയ്താലും നിങ്ങളുടെ ഈ എനർജിയോ നിങ്ങളെയോ ഈ വ്യക്തിക്ക് സ്പിരിച്വലി നിങ്ങളുടെ കാണാൻ കഴിയുന്നില്ല. ആ വ്യക്തി ഭയങ്കര ദേഷ്യത്തിലാണ്. ആ വ്യക്തി ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്താ അയാളുടെ ക്യാരക്ടറെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ കയ്യെന്ന് പോവാന്നൊക്കെ പറയില്ല, ആ രീതിയിൽ ആ വ്യക്തി ദേഷ്യത്തിലാണ്. അവർ വിചാരിച്ചു നിങ്ങളുടെ മെൻ്റലി ആ വ്യക്തി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ ലൈഫും ഇപ്പം നിങ്ങൾ പുറത്തേക്ക് പോയാലും ദിസ് പേഴ്സൺ നിങ്ങൾ റീഡ് ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നു, ഞാൻ അറിയാതെ നിനക്കൊരിക്കലും ലൈഫിൽ ഒരു കാര്യവും നടക്കത്തില്ല എന്നൊക്കെ ഉള്ളൊരു ധാരണയിലായിരുന്നു ഈ വ്യക്തി പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ അല്ല, നിങ്ങളുടെ എനർജിയോ നിങ്ങളുടെ ലൈഫിനെയോ ഈ വ്യക്തിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ വ്യക്തിയും ഈ ഒരു എനിമി നാർസിസിസ്റ്റുമായിട്ടുണ്ടായിരുന്ന ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു കാലഘട്ടം, ദാറ്റ് സൈക്കിൾ ഈസ് ആക്ച്വലി ക്ലോസ്ഡ്. ആ ഒരു സമയം തീർന്നു. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പോവാം. നിങ്ങൾ മനസ്സിലാക്കി ഈ വ്യക്തി ആരാണ്,
ഈ വ്യക്തി എന്ത് ചെയ്യുന്നു, ഈ വ്യക്തി എന്തിന് നിങ്ങളുടെ പുറകെ നടക്കുന്നു, നിങ്ങളെ എന്തിന് ഉപദ്രവിക്കുന്നു, ഭഗവാൻ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 2. ഇനി ഗ്രൂപ്പ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ 3, ഭഗവാൻ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാം കാണുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളെ പല കാര്യത്തിനായിട്ട് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർ ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ ഉപയോഗിച്ചാൽ അവർക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗിച്ചാൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം കാണാം. സോ നിങ്ങളെ ആ രീതിയിൽ അവർക്ക് ഉപയോഗിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനിത് പറയാതെ തന്നെ നിങ്ങൾ പറയുന്നുണ്ടാവും മനസ്സിൽ, ഇത് എനിക്കറിയാം. ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നത് ഒരു വലിയൊരു എന്താ പറയുക, ഒരു മാനിപ്പുലേഷൻ, ഒരു തന്ത്രശാലിയാണെന്നുള്ളത്. ഈ ഗ്രൂപ്പ് ഹൈലി ഇൻറ്റ്യൂട്ടീവാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, പല കാര്യങ്ങളും നടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ആൾക്കാരുടെ എനർജി റീഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡ്രീം മെസ്സേജസ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ പ്രോഫറ്റിക് മെസ്സേജസ് കിട്ടാറുണ്ട്. ഈ സംഭവത്തിൽ നിന്ന് നിങ്ങളെ സേഫ് ആക്കുന്നതും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നതുകൊണ്ടും ഭഗവാൻ നിങ്ങൾക്ക് പുതിയ കുറേ ഇൻറ്റ്യൂട്ടീവ് ബ്ലെസ്സിങ്സ് തരികയാണ്, പവേഴ്സ് തരികയാണ്. അപ്പം നിങ്ങളുടെ എനർജി, ദാറ്റ് മീൻസ് യുവർ ക്രൗൺ ചാക്ര, നിങ്ങളുടെ സൈക്കിക് പവേഴ്സ്, ഇൻറ്റ്യൂഷൻസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാനും അവേക്കനിങ് എനർജിയിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ ഇനി മുതലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ്. ഇതൊക്കെ റെസനേറ്റ് ചെയ്തിട്ടുണ്ടാവും പലർക്കും. ലോകത്തുള്ള ആർക്കും വേണമെങ്കിലും റെസനേറ്റ് ചെയ്യാം, റെസനേറ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പം സോ ഇന്നത്തെ മെസ്സേജ് ഇത്രയാണ്. ഇനി അടുത്തതിൽ കാണാം. താങ്ക് യു.